നമസ്കാരം. ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃതവർഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അനിഴം നക്ഷത്രജാതർക്ക് ഗുണകരമായ കാലഘട്ടമായിരിക്കും ജൂലൈ മാസം. ഏറെ നാളായി സാമ്പത്തിക നഷ്ടങ്ങൾ അനുഭവിച്ചിരുന്ന ഇവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ്. അപ്രതീക്ഷിതമായ ധനാഗമം ലഭിക്കുന്നതുമാണ്. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ കാലഘട്ടമായിരിക്കും. ബിസിനസ്സുകാർക്ക് വ്യാപാര രംഗത്ത് മെച്ചപ്പെട്ട സ്ഥിതി ഉണ്ടാകുന്നതുമാണ്. ബിസിനസ് സംരംഭങ്ങൾ പുതിയത് ആരംഭിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ്. ഈ നക്ഷത്രജാതരായ വിദ്യാർത്ഥികൾക്ക് ഈ മാസം പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. അവർക്ക് ധാരാളം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. പാഠ്യവിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും കഴിവ് തെളിയിക്കുവാനുള്ള അവസരങ്ങൾ ഇവർക്ക് ഉണ്ടാകാവുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും വിജയമുണ്ടാകുന്നതാണ്. ഈ നക്ഷത്രജാതരായ ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടുമെങ്കിലും അനുകൂലമായ സമയമാണ്. തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുകയും സ്ഥാനമാറ്റത്തോടുകൂടി ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുകയും ചെയ്യും. ആരാധനകളിൽ സജീവമായി പങ്കെടുക്കുന്നതാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. ദാനധർമാദികൾ ചെയ്യുവാനുള്ള സാധ്യതയുമുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ലാഭം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. ഭൂമി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതുമാണ്. കുടുംബത്തിലോ അടുത്ത ബന്ധുക്കളുമായോ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്നതാണ്. ശാരീരിക ക്ഷീണവും മാനസിക പ്രയാസങ്ങളും ഉണ്ടാകാവുന്നതാണ്. മുൻകോപം നിയന്ത്രിക്കേണ്ടതാണിവർ. നല്ല കാര്യങ്ങളെ എതിർക്കുകയും കലഹ സ്വഭാവം കാണിക്കുകയും ചെയ്യുന്നത് മൂലം ശത്രുക്കൾ ഉണ്ടാകാവുന്നതാണ്. ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്നതാണ്. വാദസംബന്ധമായ അസുഖങ്ങളും നാഡീസംബന്ധമായ അസുഖങ്ങളും ഉണ്ടാകാവുന്നതാണ്. സന്താനങ്ങൾക്കും ചില അരിഷ്ടതയ്ക്കുള്ള സാധ്യതയുണ്ട്. ദോഷശാന്തിക്കായി ഈ മാസം അനിഴം നക്ഷത്രജാതർ ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഭസ്മാഭിഷേകം നടത്തുകയും ചെയ്യേണ്ടതാണ്. തൃക്കേട്ട നക്ഷത്രജാതർക്ക് ഗുണകരമായ കാലഘട്ടം തന്നെയായിരിക്കും ജൂലൈ മാസം. ശനി, ബുധൻ, വ്യാഴം, രാഹു, കേതു, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ അനുകൂല സ്ഥിതിയിലാകുന്ന അപൂർവ കാലഘട്ടമാണ് ഈ മാസം. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷമായിരിക്കും. പഴയ കടബാധ്യതകളൊക്കെ കൊടുത്തു തീർത്ത് അവസാനിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. മനസ്സിന് സന്തോഷം തരുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ്. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുവാനിടയുണ്ട്. പൊതുപ്രവർത്തകർക്ക്
സ്വാധീന ശക്തി വർദ്ധിക്കുകയും ജനസമ്മതി നേടുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. വിദേശങ്ങളിലുള്ളവർക്ക് അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. അവർക്ക് വരുമാനത്തിൽ വർധനവും കർമ്മരംഗത്ത് നേട്ടങ്ങളുണ്ടാകുന്ന സമയം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ കാലഘട്ടമാണ്. ഈ നക്ഷത്രജാതരായ ഉദ്യോഗാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ്. സർക്കാർ ജോലി ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. ഉദ്യോഗസ്ഥർക്ക് തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറുകയും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതുമാണ്. വ്യാപാര വ്യവസായ മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകാവുന്നതാണ്. എന്നാൽ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാവുന്നതുമാണ്. ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ഈ മാസം ഗുണകരമായ കാലഘട്ടം തന്നെയായിരിക്കും. കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമായിരിക്കും. സഹോദര സുഖസഹായങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ഉണ്ടാകാവുന്നതാണ്. കുടുംബാംഗങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിക്കിട്ടുന്നതാണ്. ഈ നക്ഷത്രജാതർ ഇപ്പോൾ രവി, ശനി എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാര കാലഘട്ടം നടക്കുന്നവർ ദോഷപരിഹാരാർത്ഥമായി നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. ദോഷപരിഹാരാർത്ഥമായി ജൂലൈ മാസം തൃക്കേട്ട നക്ഷത്രജാതർ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദേവീ ക്ഷേത്ര ദർശനം നടത്തുകയും ദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തൃക്കേട്ട നാളിൻ്റെ അന്ന് ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയും ഗണപതി ഹോമം നടത്തുകയും ചെയ്യേണ്ടതാണ്. നന്ദി, നമസ്കാരം.